എനിക്കൊരു ആൻസർ വേണം. എന്താ ആൻസർ? നമ്മുടെ മാരേജ് എപ്പോഴാ? എനിക്കതൊരു ആൻസർ കിട്ടിയേ പറ്റുള്ളൂ. നിനക്കെല്ലാം അറിയാന്നല്ലേ, എന്നിട്ടിപ്പോ നീ എല്ലാം അറിഞ്ഞു വെച്ചോടെ തന്നെയല്ലേ ലൈഫിലോട്ട് വന്നേ. റിയ, എനിക്ക് കുറച്ചുകൂടി സമയം താ. നീ പറയും പോലെ പെട്ടെന്ന് അവളെയും കൊച്ചിനെയൊക്കെ ഉപേക്ഷിച്ച് വരാനൊന്നും പറ്റൂല. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നീ ഇതൊന്നുമല്ലോ പറഞ്ഞേ, അവളെ വേഗം ഡിവോഴ്സ് ചെയ്യാം, നിനക്ക് ഞാനില്ലാതെ പറ്റില്ല, ഞാനായിട്ട് അത്ര ഇമോഷണലി കണക്റ്റ് ആയി നോക്കിയല്ലേ. എന്നിട്ട് നീ ഇപ്പം എന്നോട് എന്താ കാണിക്കുന്നേ? എടി, എനിക്ക് ഇപ്പോഴും നീ തന്നെയാ വലുത്. നീ കഴിഞ്ഞോളൂ മറ്റാരും. നീ എനിക്ക് കുറച്ചൊരു സമയം താ, ഞാൻ അവളെ എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഒരല്പം കൂടി വെയിറ്റ് ചെയ്യും. ഞാൻ ഇപ്പൊ വരും. ഒന്ന് വേഗം വരാവോ? നീ ടെൻഷൻ ആവണ്ട, ഞാൻ ഇപ്പൊ ഇറങ്ങുന്നു. മോക്ക് നല്ല സുഖമില്ല. ശരി. എവിടെ പോവാ? ഒന്ന് അർജന്റായിട്ട് വീട്ടിൽ പോവാം. അഭി, നമ്മൾ എത്ര കാലത്തിന് ശേഷം കാണണേ? അത് ഞാൻ ഇത്ര റിക്വസ്റ്റ് ചെയ്തിട്ട്. ഒന്ന് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് വരാം. മോൾക്ക് എന്തോ വയ്യാന്ന്. എടാ, ഞാൻ ഒട്ടും ഓക്കെ അല്ല, ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. എനിക്കിപ്പോ നിന്റെ പ്രസൻസ് വേണം. ഈ സമയത്ത് ഒറ്റയ്ക്കാക്കി പോവല്ലേ പ്ലീസ്. നീ എന്തൊരു സെൽഫിഷ് ആടി. കൊച്ചിനെ വയ്യാന്ന് പറഞ്ഞല്ലേ, ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരും. ഇങ്ങോട്ട് തന്നെ. അഭി, എന്താ കാണണമെന്ന് പറഞ്ഞേ? നമ്മൾ തമ്മിൽ ഇപ്പൊ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടല്ലേ. പ്രിയ, കൂടുതൽ അടുക്കുന്നതിന് മുന്നേ നിന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. അത് പക്ഷെ നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് പറ. ഞാൻ ആക്ച്വലി മാരീഡാണ്. റിയ, നിന്നെ ചതിക്കണമെന്നുള്ള ഇൻറ്റൻഷനൊന്നും അല്ല ഞാൻ നീയായിട്ട് അടുത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഇപ്പോൾ ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ല. നിനക്കറിയാലോ ഞാൻ ഓഫീസിൽ എന്തോരം പ്രഷറിലാണെന്ന്. നീ മാത്രമേ അപ്പോൾ എനിക്കൊരു സപ്പോർട്ടായിട്ടും ഇമോഷണലി അവൈലബിളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. റിയ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ അതിൽ നിന്നൊക്കെ പുറത്ത് വരാം, എന്നിട്ട് നമുക്കൊരുമിച്ച് ജീവിച്ചൂടെ? നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്തൂടെ? The number you have dialed is currently busy. The number you are calling is currently switched off. Please try later. സാറ് 1 month ലീവ് കൊടുത്തേക്ക്. പ്രിയ, നീ അത് വിട്ടേക്ക്. അവർക്ക് നമ്മളെ കിട്ടാൻ അവർ പല കഥയും പറയും. മാരീഡ് ആണെന്ന് അറിഞ്ഞിട്ട് അവരുടെ ലൈഫിലേക്ക് കയറി ചെന്നതിന് ഒരിക്കലും അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അറിഞ്ഞുകൊണ്ട് മണ്ടന്മാരാണെന്നും നമ്മളും തെറ്റായ. അവർക്ക് എപ്പോഴും അവരുടെ കുടുംബവും കുട്ടികളൊക്കെ തന്നെ വലുത്. എന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. വാട്സാപ്പിൽ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പോട്ടെ. ആദ്യമൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. ഒറ്റയ്ക്കാണെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞ അവൻ കാണിച്ച സ്നേഹം സത്യമാണെന്ന് വിചാരിച്ചു പോയി. അത്രയും നല്ല അഭിനയമായിരുന്നു. ഒറ്റപ്പെടലും ജോലിയും സ്ട്രെസ്സും എല്ലാം കൊണ്ട് വലഞ്ഞപ്പോഴാണ് അവൻ ലൈഫിലേക്ക് കയറി വരുന്നത്. കാണിച്ച സ്നേഹം സത്യമാണെന്ന് കരുതിയ അതിൽ വീണുപോയെ. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, ഒരിക്കലും അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ലെന്നും അവരുടെ വെറും ഒരു കളിപ്പാട്ടം മാത്രമായിരുന്നു നമ്മളെന്നും.